ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ അമ്മമാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കുട്ടികളുടെ തൂക്കം കൂടാൻ രാത്രികാലങ്ങളിൽ നൽകേണ്ട 3 ഭക്ഷണങ്ങളെക്കുറിച്ചാണ്. പല അമ്മമാരും പകൽ സമയത്ത് കുഞ്ഞിന് നല്ല ആഹാരം നൽകുകയും എന്നാൽ രാത്രിയാകുമ്പോൾ ദഹിക്കാൻ ബുദ്ധിമുട്ടാകും എന്ന് കരുതി വെറും കഞ്ഞിയോ അല്ലെങ്കിൽ ഒരു ചെറിയ ദോശയോ നൽകി അവസാനിപ്പിക്കും. എന്നാൽ ഒരു മെഡിക്കൽ വസ്തുത ഞാൻ പറഞ്ഞു തരാം. കുഞ്ഞുങ്ങളുടെ ശരീരം വളർച്ചാ ഹോർമോണുകൾ പുറപ്പെടുവിക്കുന്നതും പേശികൾ വളരുന്നതും അവർ രാത്രി ഉറങ്ങുന്ന സമയത്താണ്. രാത്രിയിൽ വയർ നിറയെ ശരിയായ കലോറിയും പ്രോട്ടീനും കിട്ടിയില്ലെങ്കിൽ ഉറക്കത്തിൽ ശരീരം ആവശ്യത്തിന് ഊർജം കിട്ടാതെ ഉള്ളിലെ മസിലുകളെ ഉരുക്കിക്കളയുകയും ഇതുവഴി കുട്ടി കൂടുതൽ മെലിയാൻ കാരണമാകുകയും ചെയ്യും. അതുകൊണ്ട് രാത്രിയിൽ കൊടുക്കുന്ന ഭക്ഷണം കലോറി നിറഞ്ഞതായിരിക്കണം. ഇത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുവാൻ ശ്രമിക്കുക. ആദ്യത്തെ ഭക്ഷണമാണ് വെയിറ്റ് ഗെയിനിന് വേണ്ടിയിട്ടുള്ളത്. മിൽക്ക് ചപ്പാത്തിയാണ്, അഥവാ പാലിൽ കുതിർത്ത ചപ്പാത്തിയാണ്. സാധാരണ ചപ്പാത്തി കുട്ടികൾക്ക് ചവച്ചരച്ച് കഴിക്കാൻ മടിയായിരിക്കും. എന്നാൽ ഇത് വളരെ സോഫ്റ്റും കലോറി നിറഞ്ഞതുമാക്കി തീർക്കാം. എങ്ങനെ ഉണ്ടാക്കുന്ന രീതി പറയാം. ഒരു ചപ്പാത്തി നല്ല ശുദ്ധമായ എണ്ണയിൽ ചുട്ടെടുക്കുക. അതിനുശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക. ഒരു പാത്രത്തിൽ നല്ല കട്ടി പാൽ തിളപ്പിച്ച് അതിലേക്ക് ചപ്പാത്തി കഷ്ണങ്ങൾ ഇടുക. കൂടെ 2 ഈന്തപ്പഴം ചെറുതായി അരിഞ്ഞതും 1 സ്പൂൺ അണ്ടിപ്പരിപ്പ് പൊടിച്ചതും ചേർക്കുക. ചപ്പാത്തി പാലിൽ കിടന്ന് നല്ല വെണ്ണ പോലെ സോഫ്റ്റ് ആകുന്നത് വരെ ചെറിയ തീയിൽ വേവിക്കുക. തണുത്ത് കഴിയുമ്പോൾ ഇത് കുട്ടിക്ക് കൊടുക്കാം. ഗോതമ്പിൽ നിന്നുള്ള കാർബോഹൈഡ്രേറ്റും പാലിലെ പ്രോട്ടീനും നെയ്യിലെ നല്ല കൊഴുപ്പും ഒരുമിച്ച് ചേരുമ്പോൾ ഇതൊരു കംപ്ലീറ്റ് വെയിറ്റ് ഗെയിൻ ഭക്ഷണമായി മാറുന്നു. ഇത് രാത്രി കഴിച്ചാൽ കുഞ്ഞിന് ദീർഘനേരം വയർ നിറഞ്ഞ അനുഭൂതി ഉണ്ടാകും. രാത്രി ഇടയ്ക്കിടെ കുഞ്ഞ് വിശന്ന് ഉണരുകയുമില്ല. രണ്ടാമത്തെ ഭക്ഷണം എന്ന് പറയുന്നത് ചോറിനും ചപ്പാത്തിക്കും പകരം നൽകാൻ പറ്റുന്ന ബനാന റാഗി മാഷാണ്. ഇത് ഉണ്ടാക്കേണ്ട രീതി പറയാം. ഒരു പാൻ ചൂടാക്കി അതിൽ 2 സ്പൂൺ നെയ്യ് ഒഴിക്കുക. ഇതിലേക്ക് 2 സ്പൂൺ റാഗിപ്പൊടി ഇട്ട് നന്നായി മൂപ്പിക്കുക. പച്ചമണം മാറുമ്പോൾ ആവശ്യത്തിന് പാലും അല്ലെങ്കിൽ ഇളം ചൂടുവെള്ളവും ചേർത്ത് കട്ട കെട്ടാതെ കുറുക്കിയെടുക്കുക. ഇത് വെന്ത് വരുമ്പോൾ ഇതിലേക്ക് നന്നായി പഴുത്ത നേന്ത്രപ്പഴം മിക്സിയിൽ അടിച്ചതോ അല്ലെങ്കിൽ കൈകൊണ്ട് നന്നായി ഉടച്ചതോ ചേർക്കുക. മധുരത്തിന് അല്പം ശർക്കരപ്പാനി കൂടി ചേർത്ത് ഇളക്കി വാങ്ങാം. റാഗിയിൽ അടങ്ങിയിരിക്കുന്ന കാൽഷ്യം കുട്ടികളുടെ അസ്ഥികൾക്ക് നല്ല ഉള്ളവും ഭാരവും നൽകുന്നു. നേന്ത്രപ്പഴത്തിലെ പൊട്ടാഷ്യവും ഉയർന്ന കലോറിയും ശരീരത്തിന് പെട്ടെന്ന് വണ്ണം വയ്ക്കാൻ സഹായിക്കുന്നു. ഈ ഭക്ഷണം ദഹന പ്രക്രിയ വളരെ സുഗമമാക്കാൻ സഹായിക്കുന്നു. മൂന്നാമത്തെ ഭക്ഷണമാണ് ചിക്കൻ വെജിറ്റബിൾ മാഷ്ഡ് റൈസ്. അതായത് രാത്രിയിൽ കുഞ്ഞിന് ചോറ് നൽകാൻ ഇഷ്ടപ്പെടുന്ന അമ്മമാർക്കുള്ളതാണ് മൂന്നാമത്തെ റെസിപ്പി. ഉണ്ടാക്കേണ്ട വിധം പറയാം. ഒരു ചെറിയ കുക്കറിൽ 1 സ്പൂൺ വെണ്ണയോ നെയ്യോ ഒഴിക്കുക. ഇതിലേക്ക് 1 പിടി കഴുകിയ അരി, ചെറിയ കഷ്ണങ്ങളാക്കിയ ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, എല്ലാത്ത 2 കഷ്ണം ചിക്കൻ എന്നിവ ചേർക്കുക. ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് കുക്കറിൽ 4 മുതൽ 5 വിസിൽ അടിച്ച് നന്നായി വേവിക്കുക. വെന്തതിന് ശേഷം 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് ഒരു തവി കൊണ്ട് നന്നായി ഉടച്ച് കുറുക്കു രൂപത്തിലാക്കി കുഞ്ഞിന് നൽകാം. ചിക്കനിലെ പ്രോട്ടീൻ കുട്ടികളുടെ പേശികളെ ബലപ്പെടുത്താൻ മികച്ചതാണ്. ഉരുളക്കിഴങ്ങിലെ അന്നജം ശരീരഭാരം കൂട്ടും. ഈ രീതിയിൽ എല്ലാം ഒന്ന് വേവിച്ച് ഉടച്ച് നൽകുമ്പോൾ കുഞ്ഞിൻ്റെ കുടലിന് ഇത് പെട്ടെന്ന് ആഗിരണം ചെയ്യാൻ സാധിക്കും. അടുത്തതായി അത്താഴത്തിന് ശേഷമുള്ള ഗോൾഡൻ മിൽക്കിനെ കുറിച്ച് പറയാം. അമ്മമാരെ, രാത്രിയിൽ കുട്ടിക്ക് അത്താഴം കൊടുത്തതിന് ശേഷം ഉറങ്ങാൻ പോകുന്നതിന് 15 മിനിറ്റ് മുമ്പ് ഒരു ചെറിയ ഗ്ലാസ് ഗോൾഡൻ മിൽക്ക് നൽകുന്നത് തൂക്കം കൂട്ടാൻ വളരെ നല്ലതാണ്. സാധാരണ പാലിൽ അല്പം മഞ്ഞൾപ്പൊടിയും ഒരൽപ്പം ചുക്കുപൊടിയും 1/4 സ്പൂൺ നെയ്യും ചേർത്ത് തിളപ്പിച്ചെടുക്കുന്നതിനെയാണ് നമ്മൾ ഗോൾഡൻ മിൽക്ക് എന്ന് വിളിക്കുന്നത്. പാലിലെ കാൽഷ്യവും പ്രോട്ടീനും നെയ്യിലെ കൊഴുപ്പും ഉറക്കത്തിൽ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടും. കൂടാതെ മഞ്ഞളും ചുക്കും കുട്ടികളുടെ ദഹനശേഷി വർദ്ധിപ്പിക്കുകയും അടുത്ത ദിവസം രാവിലെ
നല്ല വിശപ്പുണ്ടാകാൻ സഹായിക്കുകയും ചെയ്യും. നമ്മൾ കൊടുക്കുന്ന ആഹാരം കുഞ്ഞിൻ്റെ വയറിൽ എത്ര നേരം ഇരിക്കുന്നു എന്നത് വളരെ പ്രധാനമാണ്. കുട്ടികളിൽ രാത്രി സമയത്ത് ദഹനം പതുക്കെ ആയിരിക്കും നടക്കുന്നത്. നമ്മൾ രാത്രി 9 മണിക്കോ 10 മണിക്കോ കട്ടി ആഹാരം നൽകിയാൽ അത് ദഹിക്കാൻ പ്രയാസമാവും. കുഞ്ഞിൻ്റെ ഉറക്കം നഷ്ടപ്പെടുകയും ചെയ്യും. ഉറക്കം ശരിയായില്ലെങ്കിൽ ശരീരത്തിൽ സ്ട്രെസ് ഹോർമോണുകൾ കൂടുകയും തൂക്കം കുറയുകയും ചെയ്യും. അതുകൊണ്ട് രാത്രി കൃത്യം 7:30-നും 8 മണിക്കും ഇടയിൽ തന്നെ അത്താഴം നൽകാൻ ശ്രമിക്കുക. ഇത് ഉറങ്ങുന്നതിന് മുമ്പ് ആഹാരം പകുതി ദഹിക്കാനും ഉറക്കത്തിൽ പോഷകങ്ങൾ കൃത്യമായി പേശികളിലേക്ക് എത്താനും സഹായിക്കുന്നു. അടുത്തതായി അത്താഴത്തിൽ കേസിൻ പ്രോട്ടീൻ്റെ പ്രാധാന്യം. അതായത് പാലിലും പനീറിലും അടങ്ങിയിരിക്കുന്ന ഒരു പ്രത്യേകതരം പ്രോട്ടീനാണ് കേസിൻ പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ഇത് ശരീരത്തിൽ ചെന്നാൽ വളരെ പതുക്കെ മാത്രമേ ദഹിക്കൂ. കുട്ടികൾ രാത്രി 8-9 മണിക്കൂർ തുടർച്ചയായി ഉറങ്ങുമ്പോൾ ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീൻ പതുക്കെ റിലീസ് ചെയ്യാൻ ഈ കേസിൻ പ്രോട്ടീന് സാധിക്കും. അതുകൊണ്ട് രാത്രിയിലെ ഭക്ഷണത്തിൽ പനീർ ഉടച്ചതോ ചീസ് കഷ്ണങ്ങളോ അല്ലെങ്കിൽ പാൽ ഉൽപ്പന്നങ്ങളോ ഉൾപ്പെടുത്തിയാൽ തുടക്കത്തിൽ കുഞ്ഞിൻ്റെ മസിലുകൾക്ക് തുടർച്ചയായ പോഷണം ലഭിക്കുകയും ആരോഗ്യത്തോടെ തടി വയ്ക്കുകയും ചെയ്യും. അടുത്തതായി സൂപ്പർ കലോറി ബൂസ്റ്റർ നട്ട്സ് ആൻഡ് സീഡ്സ് പൗഡർ ആണ്. രാത്രിയിൽ കുഞ്ഞിന് എന്ത് ഭക്ഷണം ഉണ്ടാക്കി നൽകിയാലും അത് കുറുക്കായാലും ചപ്പാത്തി ആയാലും അതിനു മുകളിൽ 1 സ്പൂൺ ഹോം മെയ്ഡ് നട്ട്സ് പൗഡർ വിതറുന്നത് ശീലമാക്കുക. ബദാം, അണ്ടിപ്പരിപ്പ്, വാൾനട്ട് ഒപ്പം അല്പം മത്തങ്ങാക്കുരു എന്നിവ വറുത്ത് പൊടിച്ച് സൂക്ഷിക്കുക. ഇതിലടങ്ങിയിരിക്കുന്ന ആരോഗ്യകരമായ കൊഴുപ്പും ഒമേഗ-3 ഫാറ്റി ആസിഡുകളും രാത്രി സമയത്ത് കോശങ്ങളുടെ വളർച്ച ഇരട്ടിയാക്കും. ഭക്ഷണത്തിൻ്റെ അളവ് കൂട്ടാതെ തന്നെ കലോറി വർദ്ധിപ്പിക്കാൻ അമ്മമാർക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും എളുപ്പമുള്ള ഒരു വഴിയാണിത്. ഉറക്കത്തിന് മുൻപുള്ള സ്ക്രീൻ ടൈമും വിശപ്പില്ലായ്മയും. പല അമ്മമാരും രാത്രിയിൽ കുഞ്ഞിനെ TV കാണിച്ചോ ഫോൺ കാണിച്ചോ ആണ് അത്താഴം കഴിപ്പിക്കുന്നത്. മെഡിക്കൽ പരമായി ഇത് വളരെ തെറ്റായ ഒരു പ്രവണതയാണ്. ഉറങ്ങുന്നതിന് മുൻപ് ഫോണിലെ നീല വെളിച്ചം കുഞ്ഞിൻ്റെ കണ്ണിലടിച്ചാൽ ശരീരത്തിൽ മെലാറ്റോണിൻ എന്ന ഉറക്ക ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുകയില്ല. ഉറക്കം കൃത്യമല്ലെങ്കിൽ പിറ്റേന്ന് രാവിലെ കുട്ടികൾക്ക് ഒട്ടും വിശപ്പുണ്ടാകില്ല. ഫോൺ കണ്ട് ആഹാരം കഴിക്കുമ്പോൾ ദഹനരസങ്ങൾ ശരിയായി പ്രവർത്തിക്കില്ല. പോഷകങ്ങൾ ശരീരത്തിൽ പിടിക്കുകയുമില്ല. അതുകൊണ്ട് രാത്രിയിൽ ഫോൺ പൂർണ്ണമായും ഒഴിവാക്കി കഥകൾ പറഞ്ഞു വേണം കുഞ്ഞിന് അത്താഴം നൽകാൻ. അപ്പോൾ അമ്മമാരെ, ഈ ഭക്ഷണങ്ങൾ മാറി മാറി രാത്രികാലങ്ങളിൽ നൽകി നോക്കൂ. 1 മാസം കൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ കൈകാലുകളിലെ മസിലുകൾക്ക് നല്ല മാറ്റം വരുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എൻ്റെ പരിമിതമായ അറിവിലുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത്. തെറ്റുകുറ്റങ്ങൾ ഉണ്ടാകാം. ഇതുവരെ നിങ്ങൾ എൻ്റെ വെയിറ്റ് ഗെയിൻ വീഡിയോകൾക്ക് നൽകിയ വലിയ പിന്തുണയ്ക്ക് നന്ദി. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുന്നു. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.